നമസ്കാരം. പ്രോസസ് കോസ്റ്റിങ്ങിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പ്രാക്ടിക്കൽ സെഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം നമുക്ക് നമ്മുടെ മെയിൻ എക്സാമിന് പാർട്ട് ബിയിലൊക്കെ ചോദിക്കാവുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രോഡക്റ്റ് പാസ് ത്രൂ ടു ഡിസ്റ്റിങ് പ്രോസസ് എ ആൻഡ് ബി ദെയർ ആഫ്റ്റർ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക്. അതായത് ഒരു പ്രൊഡക്റ്റ് രണ്ട് പ്രോസസ്സിലൂടെ അത് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയിട്ട് മാറാണ്. ഓക്കെ, എയും ബി ആണ് ആ പ്രോസസ്സിന്റെ പേര്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്. നമ്മുടെ താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ച് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോസസ് എയുടെയും പ്രോസസ് ബിയുടെയും ഐറ്റംസ് ഇവിടെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ കൺസ്യൂമഡ്, ഡയറക്റ്റ് ലേബർ, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ദെൻ ഇൻപുട്ട് ഇൻ പ്രോസസ് എ. പ്രോസസ് എയിൽ എത്ര യൂണിറ്റ് ഇൻപുട്ട് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്, ഔട്ട്പുട്ട് പ്രോസസ് എയുടെയും പ്രോസസ് ബിയുടെ ഔട്ട്പുട്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നോർമൽ വേസ്റ്റേജ് ഉണ്ട്, എത്രയാണ് 5% പ്രോസസ് എക്കും പ്രോസസ് ബിക്ക് 10% ആണ്. പിന്നെ വാല്യൂ ഓഫ് നോർമൽ വേസ്റ്റേജ് പെർ 100 യൂണിറ്റ്, ഓരോ 100 യൂണിറ്റിനും 8 രൂപയാണ് പ്രോസസ് എക്ക് വരുന്ന നോർമൽ വേസ്റ്റേജിന് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. പ്രോസസ് ബിക്ക് ഓരോ 100 യൂണിറ്റിനും 10 രൂപയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ താഴെ ക്വസ്റ്റ്യനിന്റെ ആൻസർ ഹിന്റ് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക പ്രോസസ് എയുടേത് എന്താണ് അബ്നോർമൽ ലോസ് ഉണ്ടാവും എന്നുള്ളതാണ്. 100 യൂണിറ്റ് അബ്നോർമൽ ലോസും അതിന്റെ 421 രൂപയായിരിക്കും അതിന്റെ വാല്യൂ എന്നാണ് പറയുന്നത്. അതുപോലെ പ്രോസസ് ബിയുടെ അബ്നോർമൽ ലോസ് 160 യൂണിറ്റും വാല്യൂ 1086 രൂപയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതേ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോസസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് അറിയാമല്ലോ. പ്രോസസ് അക്കൗണ്ട് ഫോർമാറ്റ് എങ്ങനെയാണ്? ഡെബിറ്റ് സൈഡിൽ പെർട്ടിക്കുലർ യൂണിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിൽ പെർട്ടിക്കുലർ യൂണിറ്റ് എമൗണ്ട് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഇൻപുട്ട് ഇൻ പ്രോസസ് എ എത്രയാണ്? 10,000 യൂണിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതാം. 10,000. അതിന്റെ വാല്യൂ എത്ര തന്നെയാണ്? സെയിം തന്നെയാണ്, 10,000 തന്നെയാണ് വാല്യൂ വരുന്നത്. ഓക്കെ, ഇതിനെ കൂടാതെ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 12,000 രൂപ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി അത് എഴുതാം. മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണ്? 12,000. ഓക്കെ, പിന്നെന്താ ഉള്ളത്? പിന്നെ അടുത്തത് എന്താണ്? ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞിട്ട് 14,000 രൂപയുണ്ട്. ഡയറക്റ്റ് ലേബർ 14,000. നമുക്കറിയാം, അതായത് ഒരു പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഇൻപുട്ടുകൾ എഴുതുക, ക്രെഡിറ്റ് സൈഡിലാണ് ഔട്ട്പുട്ടുകൾ എഴുതുക. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് പ്രോസസ് അക്കൗണ്ടിന്റെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ശേഷം ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബേസിക് റൂളുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14,000 ആണ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തൊരു ഇൻപുട്ട് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. മാനുഫാക്ചറിങ് എക്സ്പെൻസ് എത്രയാണ് വന്നിട്ടുള്ളത്? 4,000 രൂപയാണ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി ക്വസ്റ്റിൽ എന്തെങ്കിലും ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ എഴുതണം. അപ്പോൾ ഒരു പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ മാക്സിമം പോയാൽ എല്ലാ ഇൻപുട്ടുകളും പിന്നെ വരാൻ സാധ്യതയുള്ളത് അബ്നോർമൽ ഗെയിനുമാണ്. അത് നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുന്ന സമയത്താണ് അബ്നോർമൽ ഗെയിൻ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഇൻപുട്ട് ഉണ്ടോ ക്വസ്റ്റ്യനിൽ നോക്കി. മെറ്റീരിയൽ എഴുതി, ഡയറക്റ്റ് ലേബർ എഴുതി, മാനുഫാക്ചറിങ് എക്സ്പെൻസ് എഴുതി, ഇൻപുട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. വേറെ ഒന്നും ഇൻപുട്ട് സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കാനുള്ള ഐറ്റംസ് ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ നിന്നും നമുക്ക് ഔട്ട്പുട്ട് സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എന്തെല്ലാം ഇതെന്ന് നോക്കാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് നോർമൽ ലോസ് തന്നിട്ടുണ്ട് അല്ലേ. നോർമൽ ലോസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? നോർമൽ ലോസ് 5% ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 5% ആണ് നമുക്ക് നോർമൽ ലോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോർമൽ ലോസ് കണ്ടുപിടിക്കാം. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിന്റെ 5% ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് എത്രയാണ്? ഇൻപുട്ട് യൂണിറ്റ് നോക്കുക, എത്രയാണ്? 10,000 യൂണിറ്റ് ആണ് ഇവിടെ ഇൻപുട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ? 10,000 യൂണിറ്റിന്റെ 5% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും നോർമൽ ലോസ് വരിക? 500 രൂപയായിരിക്കും. 500 രൂപയാണ് ഇവിടെ എന്ത് വരുന്നത്? നോർമൽ ലോസ് വരുന്നത്. ഇനി അതിന് എത്രയാണ് അതിന്റെ നോർമൽ ലോസിന് എല്ലായ്പ്പോഴും ഒരു വാല്യൂ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ക്വസ്റ്റ്യനകത്ത് എടുത്തു പറയുകയാണെങ്കിൽ വാല്യൂ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് താഴെ തന്നിട്ടുണ്ട് നോക്കുക, നോർമൽ വേസ്റ്റേജ് 5%. അതിന് തൊട്ട് താഴെ നോക്കൂ, വാല്യൂ ഓഫ് നോർമൽ വേസ്റ്റേജ് പെർ 100 യൂണിറ്റ് എത്രയാണ്? ₹8. അതായത് നോർമൽ വേസ്റ്റേജിന്റെ വാല്യൂ ഓരോ 100 യൂണിറ്റിനും എത്രയാണ്? 8 രൂപ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര രൂപ വാല്യൂ വരും നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഓരോ 100 രൂപയ്ക്കും ഓരോ 100 യൂണിറ്റിനും എത്രയാണ്? 8 രൂപയാണ്. അപ്പൊ നമുക്ക് 100 യൂണിറ്റിന് ഗ്രൂപ്പ് ആക്കാം. അതായത് 500 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എത്ര വരിക? 40 രൂപയായിരിക്കും നമുക്ക് വരുന്ന നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇനി എന്തെങ്കിലും ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവാം.
നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഇൻ യൂണിറ്റിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് പ്രോസസ് എയുടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് 9400 ആണ്. നമുക്കറിയാം പ്രോസസ് എയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോസസ് ബിയുടെ ഇൻപുട്ട് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഔട്ട്പുട്ട് പ്രോസസ് എ അക്കൗണ്ടിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? നമ്മൾ ഈ ഔട്ട്പുട്ട് പ്രോസസ് എ അക്കൗണ്ടിൽ എഴുതേണ്ടത് എങ്ങനെയാണ്? ട്രാൻസ്ഫേർഡ് ടു അല്ലെ. പ്രോസസ് എയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? പ്രോസസ് ബിക്ക് ഉള്ളതാണ്. അപ്പൊ ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് ബി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് ബി. എത്ര യൂണിറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 9400 യൂണിറ്റ് ആണ്. 9400 യൂണിറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ വാല്യൂ തൽക്കാലം നമുക്ക് ഇപ്പോൾ എഴുതാൻ അറിയില്ല, അങ്ങനെ ക്വസ്റ്റ്യൻ അതിന് വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ് അതിന്റെ വാല്യൂ എത്രയെന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി കഴിഞ്ഞു അല്ലെ. എല്ലാം തന്നു. നമ്മൾ ഇൻപുട്ടുകൾ എഴുതി, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതിനെ ബാലൻസ് ചെയ്ത് നോക്കുക. ബാലൻസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ബാലൻസ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ബാലൻസ് ചെയ്യേണ്ടത് ഏതാണ്? 14, അതായത് നമ്മുടെ യൂണിറ്റ് കോളം ആണ് അല്ലെ. അപ്പൊ നമുക്ക് യൂണിറ്റ് കോളം ബാലൻസ് ചെയ്ത് നോക്കാം. ഏത് സൈഡിലാണോ കൂടുതൽ അതിനെ നമുക്ക് രണ്ട് വശത്തേക്ക് എഴുതാം അല്ലെ. അങ്ങനെയാണ് ആണുള്ള റൂള്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ നോക്കുന്ന സമയത്ത് അല്ലെ. ഡെബിറ്റ് സൈഡിൽ 10000 യൂണിറ്റ് വന്നു, ക്രെഡിറ്റ് സൈഡിൽ 99,900 യൂണിറ്റ് ആണ് വരുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും വലുതിനെ രണ്ട് വശത്തേക്ക് എഴുതുക. 10000. അപ്പോൾ നോക്കുന്ന സമയത്ത് ക്രെഡിറ്റിൽ എന്തുണ്ട്? ഒരു 100 യൂണിറ്റിന്റെ കുറവുണ്ട്. ആ 100 യൂണിറ്റിന്റെ കുറവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അബ്നോർമൽ ലോസ് എത്രയുണ്ട്? അബ്നോർമൽ ലോസ് ഇവിടെ എത്രയാണ്? 100 യൂണിറ്റ് ആണ്. ക്ലിയർ? അതിന്റെയും എമൗണ്ട് നമുക്ക് എത്രയാണ്? അബ്നോർമൽ ലോസിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് ഇപ്പൊ തൽക്കാലം അറിയില്ല. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ബാലൻസ് ചെയ്ത് നോക്കുന്ന സമയത്താണ് അതും കിട്ടുക. ഇനി നമുക്ക് എമൗണ്ട് കോളം ബാലൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പോൾ കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ. കാരണം ക്രെഡിറ്റ് സൈഡിൽ ആകെ ഒരു നോർമൽ ഹൗസിന് 40 രൂപയെ വന്നിട്ടുള്ളൂ. ഓക്കെ, ബാക്കി നമുക്കൊന്ന് കൂട്ടി നോക്കാം. അപ്പം 10000 പ്ലസ് 12000 പ്ലസ് 14000 പ്ലസ് 4000 അല്ലെ, ഇത്രയല്ലേ വരുന്നത്. അപ്പോൾ 40000 രൂപയാണ് എന്ത് എമൗണ്ട് വരുന്നത്. അതിനെ രണ്ടു വശത്തേക്കും നമുക്ക് എഴുതാം. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അബ്നോർമൽ ലോസിന്റെയും അതുപോലെ ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു PU എന്ന് പറഞ്ഞ പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കേട്ടോ. പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എമൗണ്ട് കോളത്തിന്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിന്റെ വാല്യൂ എത്രയാണ്? 40000 ആണ്. ആ 40000 മൈനസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റിലെ എമൗണ്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റിലെ എമൗണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നോർമൽ ലോസിന് 40 രൂപയാണ്. അത് മൈനസ് ചെയ്യുക, ഡിവൈഡ് ബൈ. ഇനി നമുക്ക് കിട്ടേണ്ടത് ഏതിൻ്റെയൊക്കെ എമൗണ്ട് ആണ്? ഏതൊക്കെ യൂണിറ്റിന്റെ എമൗണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്? 100 യൂണിറ്റിന്റെയും അതുപോലെ തന്നെ 9400 യൂണിറ്റിന്റെയും എമൗണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് എങ്ങനെ എഴുതണം? 40000 മൈനസ് 40 ഡിവൈഡ് ബൈ. ഇനി നമുക്ക് കിട്ടേണ്ടത് 9400ന്റെയും അതുപോലെ തന്നെ 100 യൂണിറ്റിന്റെയും എന്താണ് വാല്യൂ ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഡിവൈഡ് ബൈ 100 ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു യൂണിറ്റിന് പ്രോസസ് കോസ്റ്റ് പെർ ഒരു യൂണിറ്റിന് എത്ര രൂപ വരും എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വരുന്നത് എത്രയാണ്? ഒരു പോയിന്റ് ഉള്ള സംഖ്യയാണ് വരുന്നത്. നമുക്കതിനെ എന്താണ് ചുരുക്കി എഴുതാം. 4.216 എന്നുള്ള രീതിയിലാണ് വരുന്നത്. നമുക്ക് നോക്കാം എത്രയാണ് വരുന്നത് എന്നുള്ളത്. അപ്പം 40000 മൈനസ് എത്രയാണ്? 40000 മൈനസ് 40 എന്ന് പറയുമ്പോൾ 39960 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 39960 ഡിവൈഡ് ചെയ്യണം. എത്രയാണ്? 9400 പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 9500 യൂണിറ്റ്. അപ്പോൾ 9500 യൂണിറ്റിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വരുന്നത് 4.206 അങ്ങനെ പോകുന്ന ഒരു എമൗണ്ട് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ പെർ യൂണിറ്റ് വരുന്നത് എത്രയാണ്? 4.206 എന്ന് വരും. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇതിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് 100 ഇൻറ്റു അല്ലേ, ഇവിടെ ചെയ്യുന്ന സമയത്ത് 100 ഇൻറ്റു
100 ഇൻറ്റു എത്രയാ 4.206 അല്ലേ? അപ്പോൾ വരുന്ന സമയത്ത് എത്രയാണ് 420.6 എന്നാണ് ആൻസർ വരുന്നത്. 420.6. യെസ്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ള ആൻസർ ഹിന്റിൽ അതിന്റെ ആൻസർ എത്രയായിരുന്നു? ആൻസർ എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? എത്രയാണ് ആൻസർ? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഡെസിമൽ സ്ഥാനം ഒഴിവാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അതിന് ആൻസർ എന്ന് പറയുന്നത് 421 അല്ലേ? നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ നോക്കി 420 തന്നെയാണ്. നോക്കൂ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ. ഇതാ പ്രോസസ് എയുടെ അബ്നോർമൽ ലോസ് വന്നിട്ടുള്ളത് എത്രയാണ്? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പ്രോസസ് എയുടെ അബ്നോർമൽ ലോസ് 100 യൂണിറ്റ് എന്നും ആൻസർ ഹിന്റ് ആയിട്ട് തന്നിട്ടുള്ളത് അല്ലേ? അതുപോലെ വാല്യൂ എത്രയാണ്? 421 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമുക്ക് കിട്ടിയ ആൻസർ നോക്കുക. പ്രോസസ് എയുടെ എത്രയാണ് അബ്നോർമൽ ലോസ് 100 യൂണിറ്റും വാല്യൂ 421 തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്, കറക്റ്റ് ആണ് അല്ലേ? ഇനി നോക്കൂ, നമുക്ക് ട്രാൻസ്ഫർ ടു പ്രോസസ് ബിക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ വാല്യൂ കിട്ടണം. എങ്ങനെ കാണാം? സെയിം എന്ത് ചെയ്യണം? 9400 ഇൻറ്റു 4.206 അല്ലേ? വരുന്ന സമയത്ത് എത്ര വരും? 39,536 എന്ന് വരും. അപ്പൊ നമുക്ക് ഇത് കറക്റ്റ് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ 36 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 40,000 വരില്ല. അപ്പൊ ഒരു 39 ആക്കി കൊടുക്കാം. ഓക്കെ, അത് അങ്ങനെ ആക്കി കൊടുത്താൽ മതി. കാരണം എന്നാലേ അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള ഒരു മാർഗം തന്നെ ഇത് നേരെ ബാലൻസ് ബാക്കി എടുത്താൽ മതി. കാരണം എന്താ പറയുക, ഈ പോയിന്റ് ഉള്ള സംഖ്യ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് കറക്റ്റ് നമ്മുടെ ടോട്ടലിനോട് ടാലി കിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടി ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ അല്ലെ? അത് എന്ത് ചെയ്യാം? 40,000 നിന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് അവിടെ കാണിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു വ്യത്യാസം അവിടെ എഫക്ട് ചെയ്യില്ല. അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടിന്റെ വ്യത്യാസം അവിടെ കാണാം. ഓക്കെ, 40,000 മൈനസ് 421 മൈനസ് 40. യെസ്. അപ്പോൾ 39,539 ആയിരിക്കും ട്രാൻസ്ഫർ ടു പ്രോസസ് ബിയുടെ വാല്യൂ ആയിട്ട് വരിക. ക്ലിയർ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോസസ്സ് എ അക്കൗണ്ട് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി വ്യക്തമാവുള്ളൂ എങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഇതിന്റെയൊക്കെ പ്രോസസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള റോളുകൾ അറിയില്ല എങ്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ എടുത്ത് നോക്കണം കേട്ടോ. അപ്പൊ എന്നതിന് ശേഷം അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് വരാൻ. അപ്പൊ അത് അറിയാവുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രോസസ് ബി അക്കൗണ്ട് നോക്കാം. പ്രോസസ് ബി അക്കൗണ്ടിൽ അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പ്രോസസ് ബി അക്കൗണ്ട് ഇൻപുട്ട് ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ട്രാൻസ്ഫർ ടു പ്രോസസ് ബി എന്ന് പറഞ്ഞ് പ്രോസസ് എ അക്കൗണ്ടിൽ എഴുതിയില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം എന്താണ്? ട്രാൻസ്ഫർ ഫ്രം അല്ലെ? ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് ഏതിൽ നിന്നും? പ്രോസസ് എ. ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് എ ചുരുക്കി എഴുതാണ് കേട്ടോ. ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് എ. എത്രയാണ് പ്രോസസ് എയിൽ നിന്ന് വന്നിട്ടുള്ളത്? 9,400 യൂണിറ്റും അതിന്റെ എമൗണ്ട് വാല്യൂ 39,539 രൂപയുമാണ്. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രോസസ് ബിയുടെ മെറ്റീരിയൽ കൺസ്യൂമഡ്, ഡയറക്ട് ലേബർ, മാനുഫാക്ചറിങ് എക്സ്പെൻസ് തുടങ്ങിയ ഇൻപുട്ട് ഐറ്റംസ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ അതിവിടെ നമുക്ക് എഴുതാം. ഏതൊക്കെയാണുള്ളത്? മെറ്റീരിയൽ കൺസ്യൂമഡ് ഉണ്ട്, ഡയറക്ട് ലേബർ ഉണ്ട്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പം എത്രയാണ് പ്രോസസ് ബിയുടെ മെറ്റീരിയൽ കൺസ്യൂമഡ് വരുന്നത്? 6,000 രൂപയാണ് അല്ലെ? ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ കാണാം 6,000 രൂപയാണ്. ഡയറക്ട് ലേബർ എത്ര വരുന്നത്? ഡയറക്ട് ലേബർ 8,000 റുപ്പീസ് ആണ്. 8,000 റുപ്പീസ് ആണ് അല്ലെ? ദെൻ പിന്നെ എത്രയാണ്? മാനുഫാക്ചർ എക്സ്പെൻസ് എത്ര വരുന്നത്? 4,000 രൂപയാണ്. ക്ലിയർ? 4,000. ഇനി ഇതില് എന്താണ് പ്രോസസ് എ നോക്കുന്ന സമയത്ത് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ സെപ്പറേറ്റ് റോ മെറ്റീരിയൽ പ്രോസസ് ബിയിൽ വരുന്നില്ല, അങ്ങനെ തന്നിട്ടില്ല. നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ ആണ് പ്രോസസ് ബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് നമ്മുടെ ഇൻപുട്ട് സൈഡിൽ കാണിക്കാനുള്ള ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മേ ബി നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതും കൂടി ഡെബിറ്റ് സൈഡിൽ വരും. അത് നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇനി നമുക്ക് ഔട്ട്പുട്ട് കോളം ബാലൻസ് ചെയ്യാം. ഔട്ട്പുട്ട് കോളത്തിലും എന്താണ്? ഇവിടെയും എന്തുണ്ട്? പ്രോസസ് ബിയിലും നോർമൽ ലോസ് ഉണ്ട്. എത്രയാണ് നോർമൽ ലോസ് ഉള്ളത്? നോർമൽ വേസ്റ്റേജ് 10% ആണ്. ഇൻപുട്ടിന്റെ 10% ആയിരിക്കും. അപ്പൊ ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 9,400, അതായത് പ്രോസസ് എയിൽ നിന്ന് വന്നിട്ടുള്ള 9,400 യൂണിറ്റ് ആണ് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലെ?
അപ്പൊ നമുക്ക് ആ ഇൻപുട്ടിന്റെ 10% എന്ത് ഇവിടെ നോർമൽ ലോസ് എന്ന് പറയുന്നത് അല്ലെ. നോർമൽ ലോസ് 10% ആണ്. അപ്പൊ അതായത് 9400ന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 940 അല്ലെ. അതിപ്പോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 940 യൂണിറ്റ് ആണ്. ഇനി അതിന്റെ എമൗണ്ട് വാല്യൂ ക്വസ്റ്റിൽ പറയുന്നുണ്ട്. നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ട് എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. എത്രയാണ് സ്ക്രാപ്പ് വാല്യൂ? ക്വസ്റ്റിലേക്ക് തന്നെ ഒന്ന് പോവാം. എത്രയാണ് സ്ക്രാപ്പ് വാല്യൂ? 10 രൂപയാണ്. ഓരോ 100 യൂണിറ്റിന്റെ ഗ്രൂപ്പിന് 10 രൂപയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഓരോ 100 യൂണിറ്റ് ഗ്രൂപ്പ് ആക്കണം. എങ്ങനെ ആക്കും? 940 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ആ ഗ്രൂപ്പിന് എത്ര രൂപയാണ്? 10 രൂപയാണ്. ഇൻറ്റു 10 ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് അവിടെ വരിക. അപ്പോൾ 940നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോ 100 യൂണിറ്റ് ഗ്രൂപ്പ് ആക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ വരിക ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരിക 94 ആണ്. 94 രൂപയാണ് നമുക്ക് നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കൊരു കോളം വിട്ടതിന് ശേഷം അഥവാ അതിന്റെ അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോളം വിടുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എന്താണ്? ഇതാണ് സെക്കൻഡ് പ്രോസസ് ആണ്. അപ്പൊ സെക്കൻഡ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ട്രാൻസ്ഫർ ടു പ്രോസസ് സി എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. പകരം എന്താണ്? ലാസ്റ്റ് പ്രോസസ് ആയതുകൊണ്ട് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ പ്രോസസ് ബിയുടെ ഔട്ട്പുട്ട് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പ്രോസസ് ബിയുടെ ഔട്ട്പുട്ട് എത്രയാണ്? 8300 8300 ആണ്. അപ്പൊ നമുക്ക് യൂണിറ്റ് കോളത്തിൽ എഴുതാം 8300. ഇത്രയും ഇൻഫർമേഷനെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളൂ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ബാലൻസ് ചെയ്ത് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുക എന്താണ് നോർമൽ ലോസ് ആണോ, അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ഉണ്ടോ, അബ്നോർമൽ ഗെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിൻ ഇല്ലാതെ നമുക്ക് ടാലി ആവുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുന്ന സമയത്താണ് അറിയാൻ പറ്റുക. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ആദ്യം ഡെബിറ്റ് സൈഡ് ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യാം. അപ്പോൾ ഏത് സൈഡാണ് കൂടുതൽ നോക്കുക? ഇവിടെ നോക്കുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ തന്നെ കൂടുതൽ 9400 ഡെബിറ്റിൽ വന്നു. ഇവിടെ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 9400 അതായത് 8300ഉം പിന്നെ എത്രയാണ് 940 അല്ലെ. അപ്പൊ 8300 പ്ലസ് 940 കൂട്ടി നോക്കുക. എത്ര വരുന്നത്? 8300 പ്ലസ് 940 അതായത് 9240 വരുന്നുള്ളൂ. അപ്പൊ ഡെബിറ്റ് തന്നെയാണ് കൂടുതൽ. അതുകൊണ്ട് ഡെബിറ്റിന് നമുക്ക് രണ്ട് വശത്തും എഴുതാം 9400. യെസ്. അപ്പൊ ക്രെഡിറ്റിൽ എന്തുണ്ട്? ഒരു എമൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു എത്ര യൂണിറ്റിന്റെ കുറവുണ്ട് ക്രെഡിറ്റിൽ? ഇവിടെ ക്രെഡിറ്റ് ഭാഗത്ത് വരുന്നത് 9240 ആണ് അല്ലെ. അപ്പം നമുക്ക് വേണ്ടിയിരുന്ന എത്രയാണ്? 9400 വരണം ടാലി ആവണമെങ്കിൽ അല്ലെ. അപ്പൊ 160 യൂണിറ്റിന്റെ കുറവുണ്ട്. ആ കുറവിനെ പറയുന്ന പേരാണത് അബ്നോർമൽ ലോസ് അല്ലെ. ആ കുറവാണ് എന്ത്? അബ്നോർമൽ ലോസ്. അപ്പോൾ 160 യൂണിറ്റ് നമുക്ക് ഇവിടെ കുറവുണ്ട്. ആ കുറവിനെ നമുക്ക് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞ് എഴുതാം. അത് 160 ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ അത് ചെയ്തു. ഇനി ഈ 160നും ഈ 8300നും നേരെ എഴുതേണ്ട എമൗണ്ട് എത്രയും നമുക്കറിയില്ല. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കാണാം. പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ എങ്ങനെ കാണും? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? നമ്മുടെ എമൗണ്ട് കോളം, ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളം നമുക്കൊന്ന് ടോട്ടൽ ചെയ്യാം. ഓക്കെ, ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളം ഒന്ന് ടോട്ടൽ ചെയ്ത് വെക്കാം. കാരണം അതാണല്ലോ കൂടുതൽ. അതിനെ രണ്ട് വർഷത്തേക്ക് എഴുതുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 57,539 വരുന്നു. ആ 57,530 നമുക്ക് രണ്ട് വർഷത്തേക്ക് എഴുതാം. കാരണം അതാണല്ലോ കൂടുതൽ. ഇനി എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. എങ്ങനെ കാണുക? നമ്മൾ കാണാനുള്ള വളരെ സിമ്പിൾ ആണ് അല്ലെ. എന്താ ചെയ്യുക? നമുക്ക് നമ്മുടെ ടോട്ടൽ എമൗണ്ട് കോളത്തിന്റെ ടോട്ടൽ അതായത് 57,539 എന്ന് പറയുന്ന ഡെബിറ്റിലെ എമൗണ്ടിന്റെ ടോട്ടൽ ആണ് അല്ലെ, ഏറ്റവും വലിയ എമൗണ്ട്. അപ്പോൾ ആ ടോട്ടലിനെ എടുക്കുക. 57,539 മൈനസ് നമുക്ക് ക്രെഡിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏക എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 94 ആണ്. അപ്പോൾ ആ 94 നമുക്ക് മൈനസ്, ക്രെഡിറ്റ് എമൗണ്ടിലുള്ള വേറെ ഏതെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ മൈനസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ 94 ഉള്ളൂ. അപ്പോൾ 94 മൈനസ് ചെയ്യുക ഡിവൈഡ് ബൈ ആ മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞത് 8300നും 160നും കൂടിയുള്ള എമൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ 8300 ഡിവൈഡ് ബൈ 8300 പ്ലസ് 160. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് അത് വരുന്നത് എത്രയാണ്? അത് വരുന്നത് 6.879 ആണ് വരുന്നത് അല്ലേ. നമുക്ക് നോക്കാം. അതായത് 57,539 മൈനസ് 94 ഡിവൈഡ് ബൈ 8460 അല്ലേ. 8460
അപ്പോൾ വരുന്ന ആൻസർ എത്രയാണ്? 6.790 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ ഈ പോയിന്റ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആൻസർ തന്നെ വരണമെന്നില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാം. എന്നാലും നോക്കാം നമുക്ക്. അപ്പോൾ 160. അപ്പോൾ നമുക്ക് ഇനി അബ്നോർമൽ ലോസിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു 160 ഇൻറ്റു അതിന്റെ പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എത്രയാണ്? 6.790. 6.790. അപ്പോൾ 160 ഇൻറ്റു 6.790 ചെയ്യുന്ന സമയത്ത് 1086 വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഹിന്റ് വന്നിട്ടുള്ള ആൻസർ തന്നെയല്ലേ? പ്രോസസ് ബിയുടെ അബ്നോർമൽ ലോസ് 160 യൂണിറ്റ്, വാല്യൂ 1086. അപ്പോൾ നമ്മൾ ചെയ്ത് കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണ് അല്ലേ? ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 8300 ഇൻറ്റു 6.790 ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ചെറിയ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ടോട്ടൽ കറക്റ്റ് ആവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ടോട്ടൽ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? ഈ 57,000 ശരിക്കും ചെയ്യേണ്ടത് ഇൻറ്റു ചെയ്യാണ്. പോയിന്റ് വരുന്ന സംഖ്യ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ഇതാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല. അതുകൊണ്ടാട്ടോ 57,539 മൈനസ് 1086. ഓക്കെ, മൈനസ് 94. അപ്പോൾ 56,000 എത്ര വരും? 56,359 വരും അല്ലെ? 56,359 അതിനല്ലേ വരുന്നത്? നമുക്കൊന്ന് കൂട്ടി നോക്കാം. 56,359 പ്ലസ് 1086 പ്ലസ് 94, 57,539 വരുന്നു അല്ലെ? അപ്പൊ നമ്മൾ ചെയ്ത് കറക്റ്റ് ആണ്, ടാലിയായി. യെസ്, അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. സംഭവം വളരെ സിമ്പിൾ ആണ്. കാര്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കി എടുക്കുന്നിടത്താണ് ഇതിന്റെ കാര്യങ്ങൾ എല്ലാം. പിന്നെ എന്താണ് ഈ പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ അബ്നോർമൽ ലോസ് വരുന്ന സമയത്ത് എങ്ങനെ കണ്ടുപിടിച്ചത് എന്നുള്ളത്, ഇതെല്ലാം നമ്മൾ നേരത്തെ പല പ്രോബ്ലങ്ങളോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പഴയ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണത്. ഓക്കെ, അപ്പോൾ ശരി, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.